യേശുവിൽ സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ ഈ ലോകത്തിനെ അന്ധകാരശക്തികളുടെ ആധിപത്യത്താൽ ദൈവിക ചൈതന്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന അനേകം ദൈവമക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നതുകൊണ്ടായിരിക്കാം അവർ ദൈവിക വിശ്വാസം വ്യതിചലിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ദൈവമക്കൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ പോകുന്ന അനേകം ദൈവമക്കളുണ്ട്. അവരിലേക്ക് സുവിശേഷത്തിൻ്റെ ചെറിയ നന്മവിത്തുകൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ അനേകരിൽ ദൈവിക ചിന്ത ഉണർത്തുവാനും അതിനനുസരിച്ച് അവർ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കർത്താവായ യേശുവിൻ്റെ സ്നേഹ സുവിശേഷം എനിക്കറിയാവുന്ന ലളിതമായ ചില വാക്കുകളിൽ ഇവിടെ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അനേകം പോരായ്മകൾ കണ്ടേക്കാം, തെറ്റുകൾ കണ്ടേക്കാം, തെറ്റുകൾ കണ്ടേക്കാം. അത് സതയും ക്ഷമിച്ച് എന്നോട് സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ നവംബർ മാസം നമ്മിൽ നിന്ന് വെച്ച് ഏർപ്പെട്ടു പോയുള്ള ആത്മാക്കളുടെ മാസമായിട്ടാണ് കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത്. ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും അവരെ ഓർക്കാനും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നവംബർ 2-ാം തീയതി കത്തോലിക്ക സഭ മരിച്ചവരുടെ ഓർമ്മ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയാം, അന്നേ ദിവസം ദീപബലി അർപ്പിക്കുന്നത് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ സെമിത്തേരിയിലാണ്. ഒരു ദിവസം അവരോടൊപ്പം ദീപബലിയിൽ ചേരാനുള്ളൊരു വലിയൊരു നന്മ ദിവസമായിട്ട് നമ്മളതിനെ കാണണം. ജീവിതത്തിൽ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നത് അവർ തന്നെയായിരുന്നു. നമ്മുടെ മരിച്ചുപോയിട്ടുള്ള പൂർവ്വതർ, അവരിലൂടെയാണ് നമ്മളിപ്പോൾ ലോകത്തെ ദർശിക്കുന്നതും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പക്ഷെ ജീവിതത്തിൻ്റെ ഈ വലിയ നെട്ടോട്ടത്തിൽ നമ്മൾ പലപ്പോഴും അവരെല്ലാം വിസ്മരിക്കുകയാണ് കരുതുന്നത്. നമ്മളെ പലരും അവരെ സ്മരിക്കുന്നവരായിരിക്കും, അതിൽ എത്രയോ കൂടുതൽ അവരെ കുറിച്ച് സ്മരിക്കാതെ ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിൻ്റെ ചെറുടെ തിരുനാൾ ദിവസത്തിൻ്റെ ഓർമ്മ വലിയൊരു ഓർമ്മിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത്. നമുക്ക് ഈ മാസം അവരെ ഓർക്കുന്നതിനും അവരുടെ നല്ല വശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും സന്തോഷം നൽകുന്ന ദിനങ്ങൾ ആശംസിക്കുന്നു. ക്രിസ്തലോ.